1979 മലയാള ചലച്ചിത്ര ലോകത്ത് ഗാനരചയിതാവായും സംവിധായകനായും സംഗീത സംവിധായകനുമായൊക്കെ തിളങ്ങി നിന്നിരുന്ന ശ്രീകുമാരൻ തമ്പി ഒരു സിനിമ സംവിധാനം ചെയ്തു, പുതിയ വെളിച്ചം. അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ജയനെയും ജയഭാരതിയെയും ശ്രീവിദ്യയും ഒക്കെ അണിനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ സിനിമ സംവിധാനം ചെയ്തത്. ആ സിനിമയുടെ സഹസംവിധായകനായിരുന്നു റെജി എന്ന ചെറുപ്പക്കാരൻ. അയാൾ 1984 ഇതാ ഇന്നു മുതൽ എന്ന ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കാലെടുത്തു വെച്ചു. അന്നത്തെ ന്യൂ ജനറേഷൻ താരങ്ങളായിരുന്ന ശങ്കർ, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെ ഒരേ ഫ്രെയിമിൽ അണിനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇതാ ഇന്നു മുതൽ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ആ സിനിമ വലിയ വിജയമായി മാറി. അങ്ങനെ റെജി എന്ന സംവിധായകൻ മലയാളത്തിൽ ഉദയം ചെയ്തു. എന്നാൽ ഈ റെജി എന്ന് പറയുന്ന ഈ സിനിമാ സംവിധായകൻ 1990 TS സുരേഷ് ബാബു എന്ന പേരിൽ കോട്ടയം കുഞ്ഞച്ചൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്ന് മലയാളത്തിന് സമ്മാനിച്ചു. അക്കാലത്ത് മലയാള മനോരമയിലും മംഗളത്തിലും മനോരാജ്യത്തിലുമൊക്കെ കഥകൾ എഴുതി, നിരവധി നോവലുകൾ എഴുതി പ്രശസ്തനായിരുന്ന മുട്ടത്ത് വർക്കിയുടെ ഒരു നോവലിനെ ആസ്പദമാക്കിയാണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ TS സുരേഷ് ബാബു ചെയ്യുന്നത്. മധ്യ തിരുവിതാംകൂറിനെ പ്രത്യേകിച്ച് കോട്ടയം പ്രദേശത്തെ കേന്ദ്രീകരിച്ച് നിരവധി സിനിമകൾ, അവിടുത്തെ ഭാഷയുടെ പ്രത്യേകത, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കേന്ദ്രമാക്കിക്കൊണ്ട് നിരവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കോട്ടയം കുഞ്ഞച്ചൻ ഇന്നും പ്രേക്ഷകരെ ആകർഷിക്കുകയും ഏറ്റവും കൂടുതൽ അന്ന് മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന താരത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുവയ്ക്കുകയും ചെയ്ത കോട്ടയം കുഞ്ഞച്ചൻ ഇന്നും പ്രേക്ഷകർ മറക്കാതെ TV-യിലൊക്കെ വരുമ്പോൾ കാണുകയും അതിനെക്കുറിച്ച് ഓർമ്മകൾ പേറുകയും ചെയ്യുന്ന ഒരു ഹൃദയത്വം നിറഞ്ഞ സിനിമ കൂടിയാണ് കോട്ടയം കുഞ്ഞച്ചൻ. മാത്രമല്ല, ശ്യാം ഈണം പകർന്ന 3 ഏറ്റവും മികച്ച ഗാനങ്ങൾ അക്കാലത്ത് മാത്രമല്ല ഇപ്പോഴും സംഗീതാസ്വാദകർ പാടി നടക്കുന്ന 3 ഗാനങ്ങളുണ്ടായിരുന്നു ആ സിനിമയിൽ. അതിലേറ്റവും പ്രശസ്തമായ ഹൃദയവനിയിലെ ഗായികയോ, ഈ നീല രാവിൽ, മഞ്ഞണിഞ്ഞ മാമലകൾ എന്ന് തുടങ്ങുന്ന 3 ഗാനങ്ങൾ. അങ്ങനെ ഏറെ പുതുമകൾ കൊണ്ട് അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട കോട്ടയം കുഞ്ഞച്ചൻ സംവിധാനം ചെയ്ത അതിനുശേഷം നിരവധി സിനിമകൾ, കിഴക്കൻ പത്രോസ്, പ്രായിക്കര പാപ്പാൻ, ഉപ്പുകണ്ടം പ്രദേശ്, സ്റ്റാലിൻ ശിവദാസ് തുടങ്ങി നിരവധി സിനിമകൾ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് TS സുരേഷ് ബാബു എന്ന സംവിധായകൻ ചെയ്ത മിക്ക സിനിമകളും അന്ന് മലയാള സിനിമയിൽ തരംഗം സൃഷ്ടിച്ച ഹിറ്റുകളായി മാറിയ സിനിമകളാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം സംവിധാനം ചെയ്ത DNA എന്ന സിനിമ കാണുന്നതിനു വേണ്ടി തിയേറ്ററിലേക്ക് എത്തിയത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമ കാണാൻ. മലയാളത്തിലെ നിരവധി ഹിറ്റ് സിനിമകൾക്ക് കഥയും തിരക്കഥയും ഒരുക്കിയ AK സാജൻ, AK സന്തോഷ് ടീമുകളിലെ സഹോദരന്മാരിൽ AK സന്തോഷ് തിരക്കഥ എഴുതിയ സിനിമ കൂടിയാണ് DNA. സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ ജനാധിപത്യം, ക്രൈം ഫയൽ, ഷാർജ ടു ഷാർജ തുടങ്ങിയ സിനിമകൾക്ക് കഥയും തിരക്കഥയും ഒരുക്കിയ AK സന്തോഷാണ് DNA-യുടെ തിരക്കഥയും കഥയും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. മറ്റൊന്നുകൂടിയുണ്ട് ഈ സിനിമയിൽ ആകർഷിക്കുന്ന ഘടകം. മലയാള സിനിമയുടെ സൂപ്പർ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂക്കയുടെ കുടുംബത്തിൽ നിന്ന് നിരവധി പേർ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ മക്ബൂൽ സൽമാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ നായകനാവുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് DNA എന്ന സിനിമയ്ക്ക്. ഇനി DNA എന്ന സിനിമയുടെ കഥയിലേക്ക് വന്നാൽ, കൊച്ചി പോലൊരു സിറ്റിയിൽ നടക്കുന്ന പരമ്പര കൊലപാതകവും അതിൻ്റെ അന്വേഷണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കഥാ തന്തുവാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥകൃത്ത് AK സന്തോഷ് അണിയിച്ച് ഒരുക്കിയിട്ടുള്ളത്. കൊച്ചി പോലൊരു മെട്രോ സിറ്റിയിൽ നടക്കുന്ന പരമ്പര കൊലപാതകങ്ങളും അതിൻ്റെ അന്വേഷണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇതിവൃത്തമാണ് DNA-യുടേത്. നഗരത്തിരക്കിൽ മറഞ്ഞിരിക്കുന്ന കൊലയാളി നടത്തുന്ന അതിക്രൂരമായ 3 കൊലപാതകങ്ങൾ, അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ റേച്ചൽ പുന്നൂസ് നടത്തുന്ന ഉദ്യോഗജനകമായ അന്വേഷണവും അതിൻ്റെ പരിസമാപ്തിയുമൊക്കെയാണ് ഈ സിനിമയുടെ ഏറ്റവും കാതലായ ഇതിവൃത്തം. പരമ്പര കൊലപാതകങ്ങളും അതിൻ്റെ അന്വേഷണവും സംഘർഷവും സംഘട്ടനവും ഒക്കെ ചിത്രീകരിച്ച നിരവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നിരിക്കെ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന കഥാതന്തു പ്രേക്ഷകന് ഒട്ടും പുതുമ സമ്മാനിക്കുന്നില്ല എന്നതാണ് ഈ സിനിമയുടെ പരാജയങ്ങളിലൊന്ന്. ലക്ഷ്മി റായ്, അഷ്കർ സൗദാൻ, ഇർഷാദ്, പത്മരാജ് രതീഷ്, ബാബു ആന്റണി, അജു വർഗീസ്, റിയാസ് ഖാൻ, കോട്ടയം നസീർ തുടങ്ങി നിരവധി താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ സിനിമയിലെ നായക കഥാപാത്രമായ റേഡിയോ ജോക്കി ലക്ഷ്മി നാരായണനെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ സഹോദരി പുത്രനായിട്ടുള്ള അഷ്കർ സൗദാൻ എന്ന താരമാണ്. നിരവധി തവണ കണ്ടും കേട്ടും പറഞ്ഞും അനുഭവേദ്യമായ കഥകൾ വീണ്ടും മലയാള സിനിമയിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അത് പ്രേക്ഷകർക്ക് അനുഭവേദ്യമാകുന്ന വിധം, അവരെ ആനന്ദിപ്പിക്കുന്ന വിധം, പുതിയ സംഭവങ്ങളിലൂടെ കടന്നു പോകുന്ന തരത്തിൽ അണിയിച്ചൊരുക്കുന്നതിൽ
ഈ ടി.എസ്. സുരേഷ് ബാബുവിനും എഴുത്തുകാരനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ന്യൂനതയായി ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എന്നിരുന്നാലും ലക്ഷണമൊത്ത നിരവധി ത്രില്ലർ സിനിമകൾ കണ്ട് ചിരപരിചിതരായ മലയാള പ്രേക്ഷകർക്ക് വൺ ടൈം വാച്ചബിൾ മൂവി എന്ന നിലയിൽ പരിഗണിക്കാവുന്ന സിനിമ കൂടിയാണ് DNA. കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ സംവിധായകന് പറ്റിയ പിഴവ് സിനിമയുടെ ഒഴുക്കിനെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്റ്റെൻഡ് ശിവയടക്കമുള്ള 4ഓളം സംഘടന സംവിധായകർ ഈ സിനിമയ്ക്ക് വേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല സംഘടനകൾ അണിയിച്ചൊരുക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ പ്രകാശ് അലക്സിന്റെ സംഗീതവും രവിചന്ദ്രന്റെ ക്യാമറയുമൊക്കെ സിനിമയ്ക്ക് ഗുണകരമായി ഭവിച്ചിട്ടുണ്ട്. പൊതുവെ പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച കോട്ടയം കുഞ്ഞച്ചൻ പോലെയൊരു സൂപ്പർ ഹിറ്റ് സിനിമ എക്കാലവും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന സിനിമ സമ്മാനിച്ച ടി.എസ്. സുരേഷ് ബാബുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമയാണ് DNA എന്ന് പറയാനാവില്ല. മലയാളത്തിന് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനും എഴുത്തുകാരനും 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ കാലം കുറേ മാറിയിരിക്കുന്നു, സിനിമ വളരെ മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നത് നല്ലതാണ്. അത് മുന്നോട്ടുള്ള പോക്കിനെ ഗുണകരമായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ത്യൻ സിനിമയിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ തന്നെ നിരവധി ത്രില്ലർ സിനിമകൾ കണ്ട് കോൾമയർ കൊണ്ട മലയാള സിനിമ പ്രേക്ഷകർക്ക് കൂടുതലായി പുതുമകളൊന്നും സമ്മാനിക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ DNA കുറിച്ചുള്ള ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം.